ഞാനിപ്പോൾ ജർമ്മനിയിലാണുള്ളത്. ഇവിടെ ഒരു ചെറിയ ചിത്രശലഭം അതിൻ്റെ ചിറകടിച്ചു കഴിഞ്ഞാൽ ആ ചിറകടിയുടെ എഫക്റ്റ് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മുടെ കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറുമോ? ഇത് കേൾക്കുമ്പോൾ വെറും ഒരു ഭാവനയായിട്ട് തോന്നാം. പക്ഷേ ഇതിനേക്കാൾ രസകരമായിട്ടുള്ള വേറൊരു സംഭവം നോക്കാം. 1914 ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിൻ്റെ ആദ്യ വധശ്രമത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാർ ഡ്രൈവർ വഴിതെറ്റി മറ്റൊരു വഴിയിലൂടെ പോയത് കൃത്യമായി നിൽക്കുന്ന കൊലയാളിയുടെ മുന്നിലോട്ടായിരുന്നു. ആ ഒരു ചെറിയ വഴിതെറ്റൽ ലോകത്തെ പിടിച്ചു ചുഴറ്റിയ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിച്ചു. ഒരു ചെറിയ കാര്യം എങ്ങനെ ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് നയിക്കും? ഈ രണ്ട് പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെ പറ്റിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നവനീത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ആ ഒരു അമേസിംഗ് കൺസെപ്റ്റിനെ പറ്റിയാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ചിറകടി മൂലം ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരു ചെറിയ ചേഞ്ച് കാലം കഴിയും തോറും എങ്ങനെ വലിയൊരു ഡിഫറൻസായി മാറുന്നു? എന്തുകൊണ്ടാണ് ചില സിസ്റ്റംസിൻ്റെ ലോങ് ടേം ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് 1960കളിലേക്കൊന്ന് പോകണം. അപ്പോൾ 1960കളിലെ ഒരു കാലം MITയിൽ എഡ്വാർഡ് ലോറൻസ് എന്ന് പറഞ്ഞ ഒരു മീറ്ററോളജിസ്റ്റ്, ഒരു കാലാവസ്ഥ നിരീക്ഷകൻ ഉണ്ടായിരുന്നു. വെതർ പ്രെഡിക്റ്റ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. അന്ന് ഇന്നത്തെ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIയോ അല്ലെങ്കിൽ സാറ്റലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല വെതർ ഡാറ്റ സിമുലേറ്റ് ചെയ്യാനായിട്ട്. പകരം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് ബിഹേവിയർ സിമുലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എഡ്വാർഡ് ലോറൻസും ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊരു സിസ്റ്റത്തെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നും എഡ്വാർഡ് ലോറൻസ് അറ്റ്മോസ്ഫിയറിനെ സിമുലേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിരുന്നു. അതായത് ബേസിക്കലി അറ്റ്മോസ്ഫിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 3-4 ഇക്വേഷൻസ് ആൾ ഡിഫൈൻ ചെയ്തിട്ട് ആ ഇക്വേഷൻസിലൂടെ കുറച്ച് ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുത്ത് വെതർ ഡാറ്റ സിമുലേറ്റ് ചെയ്യുമായിരുന്നു ആൾ ചെയ്തിരുന്നത്. ലോറൻസ് ആ ഇക്വേഷൻ കമ്പ്യൂട്ടേഴ്സിലോട്ട് ഫീഡ് ചെയ്യും ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വെതർ പ്രെഡിക്റ്റ് ചെയ്യും. ആൻഡ് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അടുത്ത മൊമെൻറ്റിലെ വെതർ പ്രെഡിക്റ്റ് ചെയ്യും, ആ ഇൻഫർമേഷൻ പിന്നെയും ഇക്വേഷൻസിലോട്ട് ഫീഡ് ചെയ്യും, അങ്ങനെ ഇറ്റ് ഗോസ് ഓൺ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ വെതർ സിമുലേഷൻ ലോറൻസ് റൺ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ആദ്യം തൊട്ട് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഒരു മിഡിൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ലോറൻസ് തീരുമാനിച്ചു. അപ്പോൾ ഇതിനു വേണ്ടി ലോറൻസ് കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് എടുത്തായിരുന്നു ഈ സിമുലേഷൻ ഡാറ്റ പോയിന്റ്സ്. അതിൽ ഇനീഷ്യലി ഫീഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിൻ്റ് ഔട്ടിലുള്ള ഡാറ്റ ലോറൻസ് ഫീഡ് ചെയ്തു. ആ നമ്പർ ആയിരുന്നു 0.506. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ആ നമ്പർ ആക്ച്വലി 0.506127 എന്നതായിരുന്നു. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തപ്പോൾ എന്തുകൊണ്ടോ മേ ബി സ്പേസ് സേവ് ചെയ്യാനായിരിക്കാം 3 ഡെസിമൽ പ്ലേസസിലോട്ട് റൗണ്ട് ചെയ്യപ്പെട്ടു ആ നമ്പർ. അങ്ങനെയാണ് ആ ഒരു വലിയ നമ്പർ 0.506 ആയിട്ട് പ്രിൻ്റ് ഔട്ട് ആയത്. അപ്പോൾ ലോറൻസ് ഇത് കണ്ടപ്പോൾ വിചാരിച്ചു, ചെറിയൊരു ഡിഫറൻസ് അല്ലേ 0.506ഉം 0.506.127ഉം ഡെസിമൽ പ്ലേസസിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ഡിഫറൻസ് ഓഫ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്താൽ ഔട്ട്പുട്ടിലും അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ലോറൻസ് ഇങ്ങനെ വിചാരിച്ച് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ നല്ല രീതിക്ക് തന്നെ സിമുലേഷൻ പോയിക്കൊണ്ടിരുന്നു. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല മുന്നത്തെ റണ്ണ് വെച്ചിട്ട്. അങ്ങനെ ലോറൻസ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു കാപ്പിയൊക്കെ എടുക്കാൻ പോയി. അങ്ങനെ കാപ്പി എടുത്ത് വരുന്ന സമയത്ത് ലോറൻസ് ഭയങ്കരമായിട്ട് അതിശയപ്പെട്ടു പോയി. കാരണം ഈ ഇക്വേഷൻസ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ സമയം കടന്നു പോകുന്തോറും ഡിഫറൻസ് വളർന്നു, പിന്നെയും വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ 2 കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വെതർ പാറ്റേൺസ് ആണ് ലോറൻസിന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ലോറൻസ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. കാരണം അദ്ദേഹം ഒന്നും മാറ്റിയിട്ടില്ല, ആളുടെ ഇക്വേഷൻസ് സെയിം ആണ്. അതായത് വെതറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ആൾ ഉപയോഗിച്ച ബേസിക് ഇക്വേഷൻസ് സെയിം ആണ്. ആ ഇക്വേഷൻസ് ഫോളോ ചെയ്യേണ്ട റൂൾസ് സെയിം ആണ്. ആകെ മാറിയത് ഇനീഷ്യൽ കണ്ടീഷൻ മാത്രം. അപ്പോൾ ഒരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്താൽ ഒരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഇൻ ഇനീഷ്യൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെതർ പാറ്റേൺ ആണ് ആൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. ഈ സംഭവം 1961 നടന്നതാണ്. പിന്നീട് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് 1963 ഡിറ്റർമിനിസ്റ്റിക് നോൺ പീരിയോഡിക് ഫ്ലോ എന്ന പേപ്പറിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു സെക്കൻഡ് നിർത്താം. ഇനി പ്രൊസീഡ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ടേംസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തെയാണ് ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റം. ഇവിടെ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ റൂൾസ് പ്രകാരമാണ് നടക്കുന്നത്. മാത്തമാറ്റിക്കൽ റൂൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ മാഗ്നസ് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഓർ ആംഗുലാർ വെലോസിറ്റി, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഒരു ഇൻപുട്ട്, കൃത്യമായിട്ടുള്ള ഇൻപുട്ട് നമുക്ക് അറിയാമെങ്കിൽ
നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് 100% അക്യുറേറ്റ് ആയിട്ട് പ്രവചിക്കാൻ കഴിയും. ഇതിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാനറ്ററി ഓർബിറ്റ്സ്. ഇപ്പോൾ നമുക്ക് ഓർബിറ്റിൻ്റെ ഗവേണിംഗ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ നമുക്ക് അതിൽ ഫീഡ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആഫ്റ്റർ എ സർട്ടൻ ടൈം എവിടെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് 100% അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. വേറൊരു എക്സാമ്പിളാണ് ക്രിക്കറ്റ് ബോളിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒക്കെ ട്രജറ്ററി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ റീപ്ലേയിലൊക്കെ കാണാം, ഇങ്ങനെ ഇത്ര സ്പീഡിൽ അടിച്ചാൽ ബോൾ ഈ ഒരു വഴി പോവും, അല്ലെങ്കിൽ ഈ ഒരു ട്രജറ്ററി ആയിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇതിലെല്ലാത്തിനും കുറച്ച് ഗവേണിംഗ് ലോസ് ഉണ്ടാവും, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഫീഡ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഇൻഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ റാൻഡം സിസ്റ്റം. ഇവിടെ കൃത്യമായ നിയമങ്ങളോ അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റുന്ന രീതികളോ ഇല്ല. കംപ്ലീറ്റ്ലി റാൻഡം ആയിരിക്കും, അതായത് കംപ്ലീറ്റ്ലി യാദൃശികം മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കോയിൻ ടോസ്. നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ വീഴാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു 50-50 ചാൻസ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റംസിനെയാണ് റാൻഡം സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് സിസ്റ്റത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിനെയാണ് കയോറ്റിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റത്തിൻ്റെയും ഒരു റാൻഡം സിസ്റ്റത്തിൻ്റെയും ഇടയിൽപ്പെട്ടതാണ്. പക്ഷേ കയോറ്റിക് എന്നുള്ളത് റാൻഡം അല്ല. ഇവിടെ മാത്തമാറ്റിക്കൽ ലോസ് ഉണ്ട് ഈ സിസ്റ്റത്തിനെ ഗവേൺ ചെയ്യാനായിട്ട്. ദി ഓൺലി ഡിഫറൻസ് എന്താ, ഒരു ചെറിയ വേരിയേഷൻ ഇൻ ഇനീഷ്യൽ കണ്ടീഷൻ ക്യാൻ ലീഡ് ടു എ ഡ്രാസ്റ്റിക്കലി ഡിഫറൻസ് ഔട്ട്പുട്ട്. അതായത് നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ലോങ് ടേം ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. എവറി കയോറ്റിക് സിസ്റ്റം ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റം, ബട്ട് എവറി ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റം ഈസ് നോട്ട് എ കയോറ്റിക് സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് നമ്മളുടെ വെതർ പാറ്റേൺസ് എടുത്താൽ മതി. നമുക്കൊരിക്കലും ഒരു മാസത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ അതിന് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ടെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ ഇൻ ഇനീഷ്യൽ കണ്ടീഷൻ, ഈ ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ളത് ചിലപ്പോൾ ഹ്യൂമിഡിറ്റി ആവാം, എയർ പ്രഷർ ആവാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആവാം, എന്ത് തന്നെ ആയാലും ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലോങ് ടേം പ്രെഡിക്റ്റബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഒരു പാർക്കിലാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, കുട്ടികളുടെ സ്ലൈഡ്. അപ്പോൾ മോളിൽ കയറി നമുക്കിങ്ങനെ ഇഴഞ്ഞ് താഴോട്ട് വരാം. അപ്പോൾ നമ്മൾ മോളിൽ കയറി ഒരു ബോൾ എടുത്തു, ഒരു ചെറിയ ക്രിക്കറ്റ് ബോൾ എടുത്തിട്ട് ഒരു പൊസിഷൻ എയിൽ നിന്ന് നമ്മളതിനെ തള്ളി വിട്ടു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ബോൾ അടിയിലെത്തുമ്പോൾ അത് ഒരു പൊസിഷനിൽ ലാൻഡ് ചെയ്തു. ഇനി അതേ ബോൾ നമ്മളെടുത്തിട്ട് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിന്ന് അത് പിന്നെയും തള്ളിയിട്ടു. ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ അത് പോയി ലാൻഡ് ചെയ്തു. ഇതേ സിനാരിയോ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ സ്ലൈഡിന് പകരം നമ്മൾ ഒരു മൗണ്ടൻ ടോപ്പിലോട്ട് കയറി. ഇപ്പോൾ ഈ മൗണ്ടൻസ് ചുറ്റും പാറകളും പുല്ലും ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കര റഗ്ഗഡ് ആയിട്ടുള്ള ഒരു ടെറേനാണ് ഈ മൗണ്ടൻ്റെ സ്ട്രക്ചർ. നമ്മൾ ഈ മൗണ്ടൻ ടോപ്പിൽ പോയി ഒരു പൊസിഷൻ എയിൽ നിന്നു. അവിടെ നിന്നിട്ട് നമ്മൾ ഇതേ ബോൾ ഒന്ന് തള്ളിയിട്ടു. കുറേ കഴിഞ്ഞപ്പോൾ അത് വാലിയിലോട്ട് ലാൻഡ് ചെയ്തു. നമ്മൾ എഗെയിൻ മോളിൽ കയറി ഏകദേശം അതേ പൊസിഷൻ, അതായത് പൊസിഷൻ ബിയിൽ വെച്ചു. ഏകദേശം എക്സാക്ട് പൊസിഷൻ എ, പക്ഷേ ഒരു തലനാരിഴയുടെ വ്യത്യാസം. നമ്മൾ ബോളിനെ തള്ളിയിട്ടു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് ഏകദേശം പൊസിഷൻ എയിൽ നിന്ന് ലാൻഡ് ചെയ്ത ബോളിൻ്റെ അതേ ലൊക്കേഷനിൽ തന്നെയായിരിക്കും ഇത് വീഴാമെന്നായിരിക്കും. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വാല്യൂലോട്ടായിരിക്കും ഇത് വീഴുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെറിയൊരു വേരിയേഷൻ ഇൻ ദ ഇനീഷ്യൽ കണ്ടീഷൻ കുഡ് ലീഡ് ടു എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഔട്ട്കം. ഇതാണ് കയോറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഒരു ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റത്തിൻ്റെ പ്രൊസീജിയറാണ് എക്സ്പെക്റ്റേഷൻസിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊന്ന് ഇൻപുട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റ്യൂറ്റീവായിട്ട് നമ്മൾ വിചാരിക്കുക ചെറുതായിട്ട് ഔട്ട്പുട്ട് മാറുന്നുള്ളൂ എന്നായിരിക്കും. പക്ഷേ ലോറൻസ് അന്ന് ഒബ്സർവ് ചെയ്തത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു. ഒരു ചെറിയ ചേഞ്ച് ഇൻ ഇനീഷ്യൽ കണ്ടീഷൻ ക്യാൻ ലീഡ് ടു ഹ്യൂജ് ഡിഫറൻസസ് ഇൻ ദി ഔട്ട്പുട്ട്. ഇതിനാണ് സെൻസിറ്റിവിറ്റി ടു ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ കെയോസ് എന്ന് പറയുന്നത് റൂൾസ് ഇല്ലാത്തൊരവസ്ഥയല്ല, അത് റാൻഡം അല്ല, മറിച്ച് റൂൾസ് ഉണ്ടായിട്ടും ഭാവി പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റംസിനെയാണ് കയോറ്റിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോറൻസിൻ്റെ ഈ ഡിസ്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 0.506127 ആൻഡ് സോ ഓൺ. അതിനു പകരം അദ്ദേഹം ഫീഡ് ചെയ്ത ഡാറ്റ 0.506 എന്നുള്ള റൗണ്ടഡ് വാല്യൂ ആണ്. അപ്പോൾ ഒരു സാധാരണ സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു മാറ്റം വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. പക്ഷേ കയോറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ആസ് ടൈം ഗോസ് ഓൺ, സമയം പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഡിഫറൻസ് കൂടി വരും. അങ്ങനെ അറ്റ് സം പോയിന്റ് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണ് കയോറ്റിക് സിസ്റ്റത്തിലെ ആ ഒരു ഫേമസ് ഐഡിയ വരുന്നത്. ഡിറ്റർമിനിസ്റ്റിക് ആയതുകൊണ്ട് മാത്രം പ്രെഡിക്റ്റബിൾ ഫോർ എവർ എന്നാകണമെന്നില്ല.
ഈ സ്മോൾ ചേഞ്ച് ഈക്വൽ ടു ഹ്യൂജ് എഫക്റ്റ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഇത് ലോകത്തിൽ എല്ലായിടത്തും ട്രൂ അല്ല. ഇത് നമുക്ക് എല്ലാ സിസ്റ്റത്തിലും ഇത് കാണാനും കഴിയില്ല. കയോറ്റിക് സിസ്റ്റത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എഡ്വേർഡ് ലോറൻസിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തെ പറ്റി പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസിനെ പറ്റി പറഞ്ഞു. പക്ഷേ എന്താണ് ആക്ച്വലി എഡ്വേർഡ് ലോറൻസ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ലോറൻസ് ഒരു മീറ്ററോളജിസ്റ്റ് ആയിരുന്നു, ഒരു കാലാവസ്ഥാ നിരീക്ഷകനായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് കാലാവസ്ഥ പ്രവചിക്കാനായിട്ട് ഇന്നത്തെ പോലെ സാറ്റലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അന്ന് എന്താ ചെയ്തിരുന്നത്, ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിനെ നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ സിമുലേഷന് വേണ്ടി മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് നമുക്ക് വേണം. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതിനെ എൻറ്റയർലി പ്യുവറായിട്ട് മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് വേരിയബിൾ ഫാക്ടേഴ്സ് അതിൽ വരും. അപ്പോൾ ലോറൻസ് തൻ്റെ പരീക്ഷണങ്ങൾക്കായിട്ട് അറ്റ്മോസ്ഫിയറിനെ മോഡൽ ചെയ്യാൻ വളരെ ലളിതമായിട്ടുള്ളൊരു സെറ്റപ്പാണ് യൂസ് ചെയ്തിരുന്നത്. ആ സെറ്റപ്പിൻ്റെ പേരാണ് റേലീക്ക് ബെർനാർഡ് കൺവെക്ഷൻ മോഡൽ ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇത് പേര് കേട്ട് പഠിക്കേണ്ട ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മേ ബി വാട്ടർ ആവാം അല്ലെങ്കിൽ എയർ ആവാം. ഈ ലെയറിൻ്റെ അടിയിൽ ബോട്ടം പോർഷൻ നമ്മൾ ഹീറ്റപ്പ് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ കൂൾ ഡൗൺ ചെയ്യും. അടിയിലത്തെ ഫ്ലൂയിഡ് ചൂടാകുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറഞ്ഞിട്ട്, അതായത് ഡെൻസിറ്റി കുറഞ്ഞിട്ട് അത് മുകളിലോട്ട് പോകും. മുകളിലെത്തി എന്താ ചെയ്യുക, അത് തണുക്കും. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം കൂടും. അതിൻ്റെ ഭാരം കൂടുമ്പോൾ അത് താഴോട്ട് വരും. അങ്ങനെ ഈ ഒരു സൈക്ലിക് മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കൺവെക്ഷൻ റോൾ ഉണ്ടാവും. അങ്ങനെ ചൂടിൻ്റെ അളവ് ഒരു പരിധിക്ക് മേലെ ആകുമ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് മാറി ഭയങ്കര കയോറ്റിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിട്ട് മാറും ഈ ഒരു ഫ്ലൂയിഡ് ലെയറിൽ. ഈ മൂവ്മെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ലോറൻസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുടെ dx/dt, dy/dt ആൻഡ് dz/dt എന്നുള്ള ഇക്വേഷൻസ് എഴുതുന്നത്. അപ്പോൾ ലോറൻസിൻ്റെ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കാണണമെങ്കിൽ നിങ്ങൾ ഈ ചായ തിളപ്പിക്കുമ്പോൾ കെറ്റിലിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക, എന്നിട്ട് ചായപ്പൊടി ഇടുക. എന്നിട്ട് അടിയിൽ നിന്ന് ചൂടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ചായപ്പൊടി അടിയിൽ നിന്ന് മുകളിലോട്ടായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഈ ഒരു സംഭവത്തിനാണ് കൺവെക്ഷൻ റോൾ എന്ന് പറയുന്നത്. ലോറൻസ് ഉപയോഗിച്ച ഈ ഒരു സെറ്റപ്പ് റേലീക്ക് ബെർനാർഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ പ്രോബ്ലത്തിൻ്റെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ലോറൻസ് ഈ ഒരു മോഡലിനെ നന്നായി സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു 3 വെക്റ്റർ മോഡലാക്കി മാറ്റി. അപ്പോൾ ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ലോറൻസ് ഇക്വേഷൻ. dx/dt is equal to sigma into y minus x, dy/dt is equal to x into rho minus z minus y, dz/dt is equal to xy minus beta z. അപ്പോൾ ഈ ഇക്വേഷൻസ് ആണ് അറ്റ്മോസ്ഫിയറിനെ മോഡൽ ചെയ്യാനായിട്ട് ലോറൻസ് യൂസ് ചെയ്തത്. ഇവിടെ സിഗ്മ, റോ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അത് നമ്മുടെ ഈ കൺവെക്ഷൻ എക്സ്പെരിമെൻറ്റിൻ്റെയും അതിൻ്റെ എൻവയോൺമെൻറ്റിനെയും ഡിഫൈൻ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ യൂഷ്വലി XYZ എന്ന് കാണുമ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലോട്ടാണ് പോവുക. പക്ഷേ ഇവിടെ XYZ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അല്ല, അത് അറ്റ്മോസ്ഫിയറിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് ആണ്. അതായത് X എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ്റെ സ്ട്രെങ്ത്ത്, Y എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻ ആൻഡ് Z എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ടെമ്പറേച്ചർ വേരിയേഷൻ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ SYZ എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ ആ പോയിന്റിലുള്ള ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്ക് അറിയാൻ പറ്റും. ഈ ഇക്വേഷൻസ് ആക്ച്വലി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് സ്റ്റേറ്റ് സ്പേസ് മോഡലിംഗ് എന്നാണ് നമ്മൾ പറയാം. ഈ dx/dt, dy/dt, dz/dt എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഈ 3 ഇക്വേഷൻസ് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ലോറൻസിൻ്റെ മോഡലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൺവെക്ഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെർട്ടിക്കൽ ടെമ്പറേച്ചർ വേരിയേഷൻ. ആ ഒരു അറ്റ്മോസ്ഫിയറിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൺവെക്ഷൻ സ്ട്രെങ്ത്തും അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അതിൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ടെമ്പറേച്ചർ വേരിയേഷനും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ XYZ ഇത്രയാണെങ്കിൽ അടുത്ത നിമിഷത്തിൽ XYZ എത്രയായി മാറും. ഇതാണ് നമുക്ക് ഈ ഇക്വേഷൻസിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. dx/dt എന്നുള്ള കൺവെക്ഷൻ്റെ ഇക്വേഷൻ നോക്കിയാൽ അത് y-നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻ. അതുപോലെ dy/dt എന്നുള്ള ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് Z-നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് വെർട്ടിക്കൽ ടെമ്പറേച്ചർ വേരിയേഷൻ. അതുപോലെ dz/dt എന്നുള്ള വെർട്ടിക്കൽ ടെമ്പറേച്ചർ ഡിഫറൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അത് അഗെയിൻ X-നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈച്ച് വേരിയബിൾ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി അതർ. അതായത് സിസ്റ്റത്തിലെ 3 വേരിയബിൾസ് തമ്മിൽ തുടർച്ചയായിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ നോൺ ലീനിയർ ബിഹേവിയർ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് ലോറൻസിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലായി.
ഇനി നമുക്ക് ഈ ഇക്വേഷൻസിനൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സാധാരണ രീതിയിൽ നമ്മളൊരു XYZ കോർഡിനേറ്റ്സ് പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും 3D സ്പേസിലുള്ളൊരു പോയിൻ്റാണ് കിട്ടുക. ആ പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യണത് ആ ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ ആയിരിക്കും. നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് XYZ-നെ 3D കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ X ഡയറക്ഷനിൽ നമ്മുടെ കൺവെക്ഷൻ സ്ട്രെങ്ത്, Y ഡയറക്ഷനിൽ നമ്മളുടെ ഹൊറിസോണ്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻ ആൻഡ് Z ഡയറക്ഷനിൽ നമ്മളുടെ വെർട്ടിക്കൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്ന് പ്ലോട്ട് ചെയ്യാം. അതായത് ബേസിക്കലി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്സ് പ്ലോട്ട് ചെയ്യുവാണ്. ഇതിനാണ് സ്റ്റേറ്റ് സ്പേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ ഫോർ ടൈം T1 നമ്മളതിൻ്റെ ഫസ്റ്റ് പോയിന്റ് P1 പ്ലോട്ട് ചെയ്തു, X1, Y1 ആൻഡ് Z1. അതുപോലെ ആഫ്റ്റർ സം ടൈം T2 നമ്മളതിൻ്റെ പോയിന്റ് P2 പ്ലോട്ട് ചെയ്തു, X2, Y2 ആൻഡ് Z2. അങ്ങനെ ഓവർ ടൈം നമ്മളിത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ്, അതിനാണ് ഇതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ബേസിക്കലി ഫേസേഴ്സ് പോലെ ഇരിക്കും ഇത്. അപ്പോൾ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഈ പോയിന്റും മുന്നോട്ട് പോകും. അങ്ങനെ ഈ പോയിന്റിൻ്റെ മൊത്തത്തിലുള്ള യാത്ര നമ്മളൊന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. ഈ ഒരു പാറ്റേൺ ആണ് പിന്നീട് ഫേമസ് ആയി മാറിയ ലോറൻസ് അട്രാക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അട്രാക്റ്ററിന് ഒരു പ്രത്യേക രൂപമാണ് ലോറൻസ് ഒബ്സർവ് ചെയ്തത്. നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം നമ്മുടെ മനസ്സിൽ വരും, ഒരു ചിത്രശലഭത്തിൻ്റെ. അപ്പോൾ എവിടെ നിന്നാണ് ഈ ചിത്രശലഭത്തിൻ്റെ ഷേപ്പ് വന്നത്? ലോറൻസിൻ്റെ ഇക്വേഷൻസിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സ്പേസ് ഡയഗ്രാം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. ഈ പാറ്റേൺ ഒബ്വിയസ്ലി അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മളതിൽ ഫീഡ് ചെയ്യുന്ന കോൺസ്റ്റൻസോ അനുസരിച്ചിട്ട് വേരി ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് ലോറൻസ് ഒരു പർട്ടിക്കുലർ സിമുലേഷൻ റൺ ചെയ്തത്. അപ്പോൾ സിഗ്മ = 10, റോ = 28, ബീറ്റ = 8/3 എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ സിമുലേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോറൻസ് അട്രാക്റ്റർ എന്നുള്ള ആ ഒരു പാറ്റേൺ ഒരു ബട്ടർഫ്ലൈയുടെ പാറ്റേൺ ആയിട്ട് മാറും. അങ്ങനെയാണ് ഈ ഒരു ഫേമസ് ലോറൻസ് അട്രാക്റ്ററിലൂടെ ഈ ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം എമേർജ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാമാണ് പിന്നീട് ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ലോറൻസ് അട്രാക്റ്റർ എന്നുള്ള ബട്ടർഫ്ലൈ ഡയഗ്രാം ഒരു വെതർ മാപ്പോ ഭൂമിയുടെ മാപ്പോ ഒന്നും അല്ല. ഇതൊരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു ഗ്രാഫാണ്. ഈ ഒരു സിസ്റ്റം എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ലോറൻസ് അട്രാക്റ്റർ, അതായത് ഈ ബട്ടർഫ്ലൈ ഗ്രാഫ് ഈ കേസിൽ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ബട്ടർഫ്ലൈ ഗ്രാഫ്, ഈ ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ലോറൻസ് അട്രാക്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, എന്തുകൊണ്ടാണ് ഇതൊരു അട്രാക്റ്റർ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന് 2 ഏരിയാസ് ഉണ്ട്, 2 വിങ്സ് ഉണ്ട്. ഒരു ലെഫ്റ്റ് വിങ് ഉണ്ട്, ഒരു റൈറ്റ് വിങ് ഉണ്ട്. അപ്പോൾ സിസ്റ്റം എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിൽ കംപ്ലീറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ പോലും ഈ ഒരു വിങ് വിട്ട് അത് പുറത്തോട്ട് പോകുന്നില്ല. അത് കുറച്ച് നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻസ് അതിന് ഇപ്പുറത്തെ വിങ്ങിലോട്ട് വലിക്കും. അതുപോലെ കുറച്ച് നേരം ഈ സൈഡാണെങ്കിൽ ഇക്വേഷൻസ് പിടിച്ച് ഈ ഒരു സൈഡിലോട്ട് വലിക്കും. ഈ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഈ 2 റീജിയൻസിൽ കംപ്ലീറ്റ്ലി ബൗണ്ടഡ് ആണ്. അതായത് അതിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനൊരു അട്രാക്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓൾസോ കാണാൻ പറ്റും ഈ ഒരു സ്റ്റേറ്റ് എവിടെയും പോയി സെറ്റിൽ ചെയ്യുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ബൗണ്ടഡ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രേഞ്ച് അട്രാക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രേഞ്ച് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൗണ്ടഡ്, കയോറ്റിക് ആൻഡ് നോൺ പീരിയോഡിക് എന്നതാണ്. ഇനി ഇതിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, അതായത് നമ്മൾ വിചാരിക്കും ഒരു പോയിന്റ് ഇൻഫിനിറ്റ്ലി ഇത് റൺ ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അറ്റ് സം പോയിന്റ് എപ്പോഴെങ്കിലുമൊക്കെ ഇത് ക്രോസ് ചെയ്യത്തില്ലേ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരേ കോമൺ പോയിന്റിലൂടെ ഇത് ക്രോസ് ചെയ്ത് പോവില്ലേ? പക്ഷേ ഇല്ല. അതാണ് ഈ ഒരു ലോറൻസ് അട്രാക്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടർഫ്ലൈ ഗ്രാഫിൻ്റെ പ്രത്യേകത. ഇതൊരിക്കലും ഒരു പോയിന്റ് പിന്നെയും ക്രോസ് ചെയ്യില്ല, ഇൻഫിനിറ്റ്ലി പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരുപാട് കൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സം ഇൻഫിനിറ്റീസ് ആർ ബിഗർ ദാൻ അതർ ഇൻഫിനിറ്റീസ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല ഈ ഒരു ചെറിയ പോയിന്റിലൂടെ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ക്രോസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇൻറ്റ്യൂറ്റീവ്ലി വിചാരിക്കുക. പക്ഷേ ഇറ്റ് വിൽ നെവർ ക്രോസ് അഗെയിൻ. ഇത് ഇൻഫിനിറ്റ്ലി ഈ ഒരു 2 റീജിയൻസിലും ബൗണ്ടഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ടർഫ്ലൈ എഫക്റ്റും ലോറൻസ് അട്രാക്റ്ററും ഒന്നല്ല. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് എ സ്മോൾ ചേഞ്ച് ഇൻ ഇനീഷ്യൽ കണ്ടീഷൻ ക്യാൻ ലീഡ് ടു ഡ്രാസ്റ്റിക്കലി ഡിഫറെൻറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫി, ഇതിനാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ലോറൻസ് അട്രാക്റ്റർ എന്ന് പറയുന്നത് ഒരു കയോറ്റിക് സിസ്റ്റം എങ്ങനെയാണ് ഡൈനാമിക്കലി ബിഹേവ് ചെയ്യുക എന്നുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്ന ഒരു സംഭവമാണ്. പിന്നുള്ളൊരു ഒബ്വിയസ് ചോദ്യം, ഈ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ഇത് എല്ലാ കയോറ്റിക് സിസ്റ്റത്തിലും നമുക്ക് കിട്ടുമോ? ഇല്ല. ഈ ബട്ടർഫ്ലൈ ഷേപ്പ് ലോറൻസ് ഇക്വേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ലോറൻസ് ഇക്വേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഇട്ട് കൊടുത്താൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പ് കിട്ടത്തുള്ളൂ. വേറെ കയോറ്റിക് സിസ്റ്റം നമ്മൾ സ്റ്റേറ്റ് സ്പേസിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പല അട്രാക്റ്റീവ് ഷേപ്പുകളായിരിക്കും നമുക്ക് കിട്ടുക.
അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റി പറഞ്ഞു. അതായത് ഒരു ചെറിയ ചേഞ്ച് ഓവർ ടൈം എങ്ങനെ ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് മാറാം. അപ്പോൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണോ, അല്ലെങ്കിൽ നമുക്കിത് ആക്ച്വലി മെഷർ ചെയ്യാൻ പറ്റുമോ, എത്രമാത്രമാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക എന്നുള്ളത്? ഇവിടെയാണ് നമുക്ക് ലിയാപുണോവ് എക്സ്പോണൻ്റ് എന്നുള്ളൊരു സംഭവം വരുന്നത്. അപ്പോൾ ലിയാപുണോവ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെട്രിക്കാണ്. അപ്പോൾ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ ഈ ഒരു ഡീവിയേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 0 ഇൻറ്റു ഇ റേസ് ടു ലാംഡ ടി. ഇവിടെ ലാംഡ എന്ന് പറയുന്നതാണ് ലിയാപുണോവ് എക്സ്പോണൻ്റ്. അപ്പോൾ ലാംഡയ്ക്ക് 0 ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഇവിടെ ഡെൽറ്റ 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഡിഫറൻസ് ആണ്. അതുപോലെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ആഫ്റ്റർ ടൈം ടി ആ സ്റ്റാർട്ടിംഗ് ഡിഫറൻസ് എത്രയായി വളരും, ദ ഡിഫറൻസ് ഇൻ ടൈം ടി. അപ്പോൾ നമുക്കിതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഇനീഷ്യലി ഡെൽറ്റ 0, അതായത് ഇനീഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.01 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ലാംഡ എന്നുള്ള ഈ ലിയാപുനോവ് കോൺസ്റ്റൻറ്റ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഡെൽറ്റ ടി എങ്ങനെയാണ് വേരി ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ലാംഡ 0 ആണെങ്കിൽ ടി ഈക്വൽ ടു 3 സെക്കൻഡ്, അതായത് 3 സെക്കൻഡ് കഴിഞ്ഞ് ഈ ഇക്വേഷൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഡെൽറ്റ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ 0 ഇൻറ്റു ഇ റേസ് ടു ലാംഡ ടി. ഇവിടെ ലാംഡ 0 ആയതുകൊണ്ട് തന്നെ ഇ റേസ് ടു ലാംഡ ടി എന്നുള്ള ടേം 1 ആയിട്ട് മാറും. കാരണം ഇ റേസ് ടു 0 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ബേസിക്കലി ആ ഒരു ഡിഫറൻസ് ഗ്രോ ചെയ്യുന്നുമില്ല, കുറയുന്നുമില്ല, ഇറ്റ് വിൽ സ്റ്റേ ദ സെയിം. ഇതാണ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള സിറ്റുവേഷൻ. അതേപോലെ ഇനി നമുക്ക് ലാംഡ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ലാംഡ ഈക്വൽ ടു 2 എന്ന് വിചാരിക്കാം. ഇപ്പോൾ ലാംഡ 2 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ ഓഫ് 3 എന്ന് പറയുന്നത് ഡെൽറ്റ 0 ഇൻറ്റു ഇ റേസ് ടു 6 ആയിട്ട് മാറും. അപ്പോൾ ഡെൽറ്റ 0 നമ്മൾ ഡിഫൈൻ ചെയ്ത വാല്യൂ 0.01 ആണ്. അപ്പോൾ ഇ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 403 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. അപ്പോൾ ലാംഡ ടി എന്ന് പറയുന്നത് എന്തായി? 0.01 ഇൻറ്റു ഇ റേസ് ടു 6, അതായത് 0.01 ഇൻറ്റു 403 എന്ന് പറയുമ്പോൾ 4.03 ആയിട്ട് മാറി. ഈ 0.01 എന്നുള്ള ഇനീഷ്യൽ വാല്യൂ 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 4.03 എന്നുള്ള വാല്യൂലോട്ട് കുത്തനെ കൂടി. ഇതിനെയാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനർത്ഥം സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്നും സിസ്റ്റം ഹൈലി കയോറ്റിക് ആണെന്നുമാണ്. ഈ ലാംഡ പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷനാണ് കയോസ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് കേസ് ലാംഡ നെഗറ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ലെറ്റ് us കൺസിഡർ ലാംഡ ഈക്വൽ ടു -2. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഓഫ് 3, അതായത് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഡെൽറ്റ ഓഫ് 3 എന്ന് പറയുന്നത് ഡെൽറ്റ 0 ഇൻറ്റു ഇ റേസ് ടു -6 എന്ന് പറഞ്ഞു വരും. ഇ റേസ് ടു -6 അപ്രോക്സിമേറ്റ്ലി 0.0025 ആണ്. അപ്പോൾ ഡെൽറ്റ ഓഫ് 3 എന്ന് പറയുന്നത് 0.01 ഇൻറ്റു 0.0025, അതായത് ഏകദേശം 0.000025. ഇത്രയും ചെറിയ വാല്യൂ ആയിട്ട് അത് ചുരുങ്ങും. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 0.000025 ആയിട്ട് ആ ഒരു ഡിഫറൻസ് ചുരുങ്ങിയിരിക്കുന്നു. തുടക്കത്തിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിലും അത് ഓവർ ടൈം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ആ ഡിഫറൻസ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ ആണത്. പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് കാണാൻ പറ്റാറുണ്ടോ? എവിടെയാണ് നമ്മൾ റിയൽ ലൈഫിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് കണ്ടിട്ടുള്ളത്? നമ്മൾ ഇൻട്രോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിൻ്റെ കൊലപാതകവും വേൾഡ് വാർ 1 തുടക്കവും തമ്മിലുള്ളൊരു ബന്ധം. പക്ഷേ സ്ട്രിക്റ്റ് സെൻസിൽ ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ കൊലപാതകം ഒരു ട്രിഗർ മാത്രമായിരുന്നു. യൂറോപ്പിലെ അന്നത്തെ സിറ്റുവേഷൻ പൊളിറ്റിക്കലി ഹൈലി അൺസ്റ്റേബിൾ ആയിരുന്നു. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി നടന്നപ്പോൾ അതൊരു ട്രിഗറായി മാറി പിന്നീട് വലിയൊരു സംഭവത്തിലോട്ട് അത് എത്തിക്കപ്പെട്ടു. പക്ഷേ സ്ട്രിക്റ്റ് സെൻസിൽ ഇതൊരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഓഫ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു അനാലോഗിയാണ്. കാരണം ഇത് തന്നെയാണ് കയോട്ടിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ്. വളരെ സോളിഡ് ആയിട്ടുള്ള നമുക്ക് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബിഗ് എക്സാമ്പിൾ ഓഫ് ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ് വെതർ ഫോർകാസ്റ്റിംഗ്. നമുക്ക് എത്രയൊക്കെ നല്ല സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രയൊക്കെ നല്ല സാറ്റലൈറ്റ്സ് ഉണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം നമുക്ക് ഒരിക്കലും വെതർ ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 1 വീക്ക്, അതും കുറേ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരുമാതിരി കാലാവസ്ഥാ പ്രവചകരെ പോലെ സംസാരിക്കല്ലേ എന്നുള്ളത്. കാരണം അവർ പറയണത് ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ വേറെ ആയിരിക്കും. ഓഫ് കോഴ്സ് സയൻസൊക്കെ ഇപ്പോൾ ഒരുപാട് ഇവോൾവായി, നമുക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഒരു പരിധി വരെ നല്ല സ്ട്രിക്റ്റ് സെൻസിൽ കറക്റ്റായിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റാറുമുണ്ട്.
അങ്ങനെ ഒരുപാട് ലൈഫ്സ് നമ്മൾ സേവ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് സുനാമി ഫോർകാസ്റ്റോ അല്ലെങ്കിൽ എർത്ത് ക്വേക്കിൻ്റെ ഫോർകാസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാറുണ്ട് ഇതാണ് സിറ്റുവേഷൻ എന്നുള്ളത്. എന്നാൽ പോലും മാക്സിമം 1 വീക്ക്, അതിനപ്പുറത്തേക്ക് നമുക്ക് ഇപ്പോഴും ഒരു 100% കോൺഫിഡൻസോട് കൂടി ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് ഈ ഒരു ലിമിറ്റേഷൻ കാരണമാണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈലി കയോറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമുക്ക് എത്രയൊക്കെ മാത്തമാറ്റിക്കൽ അക്യുറസി വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്താലും ഒരു ചെറിയ ചേഞ്ചിന് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എൻറ്റയർ തിങ് വിൽ ഗോ ഇൻ എ ഡിഫറെൻറ്റ് വേ. അതുകൊണ്ടാണ് ഇതൊരു പ്രൈമറി എക്സാമ്പിളായിട്ട് പല സ്ഥലത്തും നമ്മൾ കാണാറുള്ളത്. രണ്ടാമത്തെ വലിയൊരു എക്സാമ്പിളാണ് ട്രാഫിക് ജാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. ആ ബ്ലോക്കിനുള്ള കാരണം ചിലപ്പോൾ ഒരൊറ്റ ഡ്രൈവറായിരിക്കാം. ആ ഡ്രൈവർ ഒന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ഈ ഒരു എഫക്റ്റ് ബാക്കിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അത് ഒരുപാട് വലിയ ബ്ലോക്കുകളായിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പതുക്കെ പിന്നീട് അതിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല ബ്ലോക്ക് ആക്കാനായിട്ട്. വണ്ടികൾ പതുക്കെ ആയിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പതുക്കെ മൂവ് ചെയ്യണതുകൊണ്ട് ഒരിക്കലും ഒരു ബ്ലോക്ക് ഉണ്ടാവത്തില്ല. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ആ റിപ്പിൾ എഫക്റ്റിൻ്റെ കോസ് എന്ന് പറയുന്നത് ഒരാൾ തുടങ്ങി വെക്കുന്ന കാര്യമായിരിക്കാം. അതായിരിക്കാം ഈ ഒരൊറ്റ ഡ്രൈവറിൻ്റെ ബ്രേക്കിംഗ്. അതുമൂലം ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ആണ് പിന്നീട് നമ്മൾക്ക് ബാക്കിലോട്ട് കിട്ടുന്ന വലിയ വലിയ ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാഫിക് ജാമായിട്ട് മാറുന്നത്. വേറൊരു എക്സാമ്പിളാണ് ഡബിൾ പെൻഡുലം. അതായത് ഒരു നോർമലായിട്ടുള്ള പെൻഡുലത്തിൻ്റെ അറ്റത്തായിട്ട് വേറൊരു പെൻഡുലം കൂടിയുള്ളൊരു സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിനും പോസിറ്റീവ് ലിയാപിനോവ് കോൺസ്റ്റൻ്റ് ആണ്, ഹൈലി കയോറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്സ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1961 ലോറൻസ് ഈ ഒരു ഫിനോമിനൻ ഫസ്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. 1963 അദ്ദേഹം ഈ ഫൈൻഡിങ്സ് ഒരു പേപ്പറിൽ പബ്ലിഷ് ചെയ്തു. നിയർലി 1 decade ലേറ്റർ 1972 അമേരിക്കയിലെ വാഷിങ്ടണിൽ ഈ ഡിസ്കവറിയെ പറ്റിയൊക്കെ സംസാരിക്കാൻ എഡ്വേർഡ് ലോറൻസ് എത്തി. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഓർഗനൈസറും മീറ്ററോളജിസ്റ്റുമായ ഫിലിപ്പ് മെർലീസ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് സെമിനാറിനൊരു ടൈറ്റിലായിട്ട് പ്രെഡിക്റ്റബിലിറ്റി does the flap of a butterfly's wings in Brazil set off a tornado in Texas എന്നുള്ളൊരു ടോപ്പിക്ക് നിർദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ഒബ്വിയസ്ലി ക്യൂരിയസ് ആയിട്ടുള്ളൊരു ടൈറ്റിലല്ലേ. ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചിത്രശലഭത്തിൻ്റെ വിങ്സിൻ്റെ ഫ്ലാപ്പിംഗ് മൂലം എങ്ങനെയാണ് ഒരു ടോർണാഡോ രൂപപ്പെടുക, ഇത് പോസിബിൾ ആണോ? അപ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ആയിട്ട് അന്നത്തെ സെമിനാർ ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എഡ്വേർഡ് ലോറൻസിൻ്റെ ആ ഡിസ്കവറിക്ക് ബട്ടർഫ്ലൈ ആയിട്ടൊരു ലിങ്ക് കിട്ടിയത്. അതാണ് പിന്നീട് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ജർമ്മനിയിൽ ഒരു ബട്ടർഫ്ലൈ ചിറകടിച്ചാൽ കേരളത്തിൽ ഒരു ടൊർണാഡോ ഉണ്ടാകുമോ? ഒരു ബട്ടർഫ്ലൈയുടെ ഫ്ലാപ്പ് എടുത്തിട്ട് ഇതാണ് കാരണമെന്ന് നമുക്ക് ഒരിക്കലും ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയില്ല. അതൊരു വെറും രൂപകം മാത്രമാണ്. പക്ഷേ ഒരു കയോട്ടിക് സിസ്റ്റത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ വ്യത്യാസം സമയം കടന്നു പോകുമ്പോൾ വലിയൊരു മാറ്റമായിട്ട് വളരാം. ഈ സിസ്റ്റം ഒന്നും റാൻഡം അല്ല. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ റൂൾസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കും. എങ്കിൽ പോലും ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് കയോട്ടിക് സിസ്റ്റമായിട്ട് മാറിപ്പോകാൻ കഴിയും. തുടക്കം പെർഫെക്റ്റായി അറിയാൻ പറ്റാത്തതുകൊണ്ട് ഭാവി ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതാണ് കയോസിന്റെ ഭംഗി. കയോസ് എന്നാൽ നിയമങ്ങൾ ഇല്ലാത്തൊരവസ്ഥയല്ല, എന്നാൽ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് ഭാവി ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒടുവിൽ ലോറൻസ് നമുക്ക് പഠിപ്പിച്ചൊന്നൊരു വലിയ ലെസൺ ഉണ്ട്. സംടൈംസ് എ ടൈനി ഡിഫറൻസ് ഇൻ ദ ബിഗിനിങ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദി എൻഡ്, ആൻഡ് ദാറ്റ്സ് കോൾഡ് ദ ബട്ടർഫ്ലൈ എഫക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് കാണാൻ കഴിയും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളായിരിക്കാം നാളെ നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കുന്നത്. ആ ചെറിയ ചെറിയ തീരുമാനങ്ങളും ശീലങ്ങളും കോമ്പൗണ്ടായി വളർന്ന് ഭാവിയിൽ നല്ലൊരു പൊസിഷനിലെത്താൻ നിങ്ങളെ അത് സഹായിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.